ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒത്തിരി പ്രതീക്ഷകളോടെ ചില കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ, അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ചിലർ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരുണ്ട്. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അതിനാൽ തന്നെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ചിലർ ഈ പ്രാർത്ഥനയിൽ ചില പരിഹാരങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില വലിയ ചുമതലകൾ ഏറ്റെടുക്കാൻ കർത്താവ് ഒരുക്കുന്നവരും പല പല ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. തിരുവചനം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ മുഴുവൻ ദൈവകൽപ്പനയും അടങ്ങിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം ഹൃദയത്തിൽ സ്നേഹം നിറച്ച് എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യാൻ ഒരു തീരുമാനമെടുക്കാം. ദൈവപിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കായി ചെയ്തു തരും. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും അവിടുന്ന് ഉത്തരം നൽകും. വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത് എന്നു മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നു എങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ അനന്തമായ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഒത്തിരി പ്രതീക്ഷകളോടെ നിന്റെ സന്നിധിയിലിരിക്കുന്ന, പ്രാർത്ഥനയിലിരിക്കുന്ന ഈ മക്കളുടെ വിശ്വാസത്തെ നീ കാണണമേ. അവരുടെ ഹൃദയ അഭിലാഷങ്ങളെ നീ കാണണമേ. കർത്താവേ, ചില തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോയെ, ഈ മക്കളുടെ മേൽ നിന്റെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്ത് ഇന്ന് ശരിയായ തീരുമാനമെടുക്കാനും ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ഈ മക്കളെ സഹായിക്കണമേ. കർത്താവേ, അതോടൊപ്പം മറ്റ് ചിലർ തീരുമാനങ്ങൾ തെറ്റിപ്പോയതിനാൽ വളരെയധികം കഷ്ടതയിൽ നിന്നോടിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും ഈ മക്കൾ ദുരിതപ്പെടുന്നു. ഇവരുടെ മേൽ നിന്റെ കാരുണ്യമയച്ച് എല്ലാം നവീകരിക്കാൻ ശക്തനായ നീ ഒരു പുതിയ വഴി തുറന്നു കൊടുത്ത്
നിന്റെ തീരുമാനം അവരിൽ നടപ്പിലാക്കണമേ. അവരെ നീ സൗഖ്യപ്പെടുത്തണമേ. അവരുടെ മനസ്സിന് ധൈര്യം നൽകി ഇനിയെല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കാനും ഇന്ന് അവരെ സന്നദ്ധരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ചില വലിയ ചുമതലകൾ ഏൽപ്പിക്കാൻ പോകുന്ന ചില വ്യക്തികൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ദൈവകൽപ്പനയിൽ മനസ്സ് വെച്ച് ദൈവസ്നേഹത്തിൽ നിലകൊണ്ട് ദൈവത്തോടെപ്പോഴും ഒന്നിച്ചു നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും അവരെ ഏൽപ്പിക്കുന്ന ചുമതല ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിനും ഈ മക്കൾക്ക് കൃപയും കരുത്തും ദൈവിക ജ്ഞാനവും വിവേകവും നൽകി, അറിവ് നൽകി, ശക്തി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ ചിലർ വലിയ ദുഃഖത്തിലും കടഭാരത്തിലും കഴിയുന്നവരാണ്. കർത്താവേ, ഇന്ന് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇവർ കൊടുത്തു തീർക്കാനുള്ള കടഭാരത്തിൽ നിന്റെ ഇടപെടലുകൾ ഉണ്ടാകണമേ. കർത്താവേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ മക്കളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റി സാമ്പത്തികമായ മാന്ദ്യങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ വരുമാന മാർഗം നീ ഇവർക്ക് തെളിച്ചു കൊടുക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീരൊപ്പണമേ. ഇവരുടെ കടഭാരങ്ങൾ നീ കുറച്ചു കൊടുക്കണമേ. നിനക്കെല്ലാം സാധിക്കുമല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നിനക്കെല്ലാം സാധിക്കും. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇവരുടെ കടബാധ്യതകൾക്ക് ഒരു കുറവ് വരുത്തണമേ. ദൈവമേ, നീ തന്നെ അവിടുന്ന് ഇടപെട്ട് അതിനുള്ള ശാശ്വത പരിഹാരം നൽകി ഈ മക്കളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ആവശ്യമായ സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. രോഗികളായ പല വ്യക്തികളെന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇവർക്ക് ശരീര സൗഖ്യവും മനസ്സിന് സൗഖ്യവും നൽകണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഇവരോട് കൂടെ നിന്ന് ഇവരെ വിജയത്തിലെത്തിക്കണമേ. ആത്മീയവും ഭൗതികവുമായ സമൃദ്ധിയാൽ ഇന്നിവരെ നിറയ്ക്കണമേ. ഇന്നിവർ പോകുന്ന എല്ലാ വഴികളിലും നിന്റെ ശക്തരായ ദൂതൻ ഇവർക്ക് കാവലുണ്ടാകട്ടെ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഈ മക്കളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, കാത്തുകൊള്ളണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതകരമായി ഇന്ന് നീ ഇടപെടണമേ. ഇന്ന് നിന്റെ അത്ഭുതം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളിൽ നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ മക്കളോട് കരുണ തോന്നി ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇവരെ നീ ആശീർവദിക്കണമേ. ഇവരെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാ മേഖലയിലും നിന്റെ സൗഖ്യം അനുഭവിക്കാൻ, നിന്റെ സമാധാനം അനുഭവിക്കാൻ ഇന്ന് ഈ മക്കളുടെ കൂടെ നിന്ന് ശക്തിപ്പെടുത്തണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും സാധിച്ചു തന്ന് ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മകളുടെയും ദിവസമാക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ദൈവഹിതം ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത് പൂർത്തീകരിക്കാൻ അമ്മേ, നിന്റെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.